ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, ഈ സതീശൻ എങ്ങനെയാണ് കെ സുധാകരനെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്നതുകൂടിയാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാന ഫോക്കസായി നിൽക്കുന്നത്. അതിലേക്കൊന്ന് വരുമ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള തരത്തിൽ സുധാകരനെ കാണുന്നത് വലിയ പ്രശ്നമുണ്ടാക്കുമോ? സുധാകരനെ ഇപ്പോൾ ശത്രുവിനെ പോലെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അല്ല, അത് ഇവര് പറയുന്നതിൻ്റെ അകത്തൊന്നും പരസ്പരം കണക്കിലെടുക്കാവുന്ന, മുഖവിലക്കെടുക്കാവുന്ന വാദമുഖങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇത് പ്രാഥമികമായി നമ്മൾ നോക്കുമ്പോൾ തന്നെ വരുന്ന എന്താ, ഇപ്പൊ അങ്ങോട്ട് അദ്ദേഹം മത്സരിച്ചാൽ, കെ സുധാകരൻ മത്സരിച്ചാൽ ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കണം. അപ്പൊ അവിടെ ഒരു ഒഴിവ് വരികയാണ്. ഒഴിവ് വന്നാൽ അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാകും. അങ്ങനത്തെ പുതിയ വാദമാണ് ഇറക്കുന്നത്. അപ്പൊ അതിപ്പോഴും സമ്മതിക്കുകയാണ്. ഒരു MP രാജിവെക്കേണ്ട സാഹചര്യം അവിടെ ഒഴിവ് വന്ന ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ MP തോൽക്കും എന്ന് പറയുന്നത് ആരാണ്? കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പറയുന്നത്. അതാണ് അവസ്ഥ. ആ അവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ പൊടിപാറ വളരെ ഗുരുതരമായി ഒന്ന് ഈ വിശകലനം ചെയ്യേണ്ടതാണ് കേട്ടോ. പ്രശ്നം ഇതാണ് മുമ്പിൽ നിൽക്കുന്നത്. അല്ല, ഈ താങ്കൾ ഈ പറഞ്ഞതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം MP ആയിരിക്കെ, MLA-യേക്കാൾ വലിയ പോസ്റ്റിലിരിക്കെ അദ്ദേഹം മത്സരിക്കുന്ന ജനങ്ങളിൽ സംശയം ഉണ്ടാക്കും. അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ജനങ്ങളിൽ ഒരു സംശയം, വീണ്ടും വലിയ തുക ചെലവഴിക്കേണ്ടി വരും. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ന്യായമായൊരു ചോദ്യമാണല്ലോ. പക്ഷെ ഇത് ആദ്യത്തെ തവണ അല്ലല്ലോ. അതവിടെ ഇരുന്നോട്ടെ. പക്ഷെ താങ്കൾ പൊടിപാറ പറഞ്ഞു ഒരു കാര്യത്തിനോട് എനിക്കന്ന് പ്രതികരിക്കാനുണ്ട് ഡോക്ടർ ലാൽ. അത് മറ്റൊന്നുമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ. അടിസ്ഥാനരഹിതമായൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒന്നാമത് ഇന്ന് ഒരു സബ്മിഷനാണ് കൊടുത്തേക്കുന്നത്, അല്ലാതെ അഫിഡവിറ്റ് അല്ല. പോകട്ടെ, ഇനി അത് വിടാം. പക്ഷെ പ്രശ്നം അതല്ല. സുപ്രീം കോടതി തന്നെ സ്വന്തം വിധി പുനഃപരിശോധിക്കാൻ, ജുഡീഷ്യൽ റിവ്യൂ സ്വന്തം വിധിയെ സംബന്ധിച്ച് വേണം എന്ന് തീരുമാനിക്കുന്നതാണ് സുപ്രീം കോടതിയാണെന്നേ. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനാണ് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പ്രശ്നത്തെ തുടർന്ന് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കപ്പെട്ടു. അവിടെയാണ് സുപ്രീം കോടതി തീരുമാനിക്കുന്നത് ഇത് പുനഃപരിശോധിക്കണം, തങ്ങളുടെ വിധി പുനഃപരിശോധിക്കണം. അതിനാണ് ഫെബ്രുവരി 16-ന്, കഴിഞ്ഞ മാസം 16-ാം തീയതി ഈ വിഷയം പരിഗണിച്ചു. എന്നിട്ട് പറഞ്ഞു മാർച്ച് 14-ന് മുൻപ് നിങ്ങളുടെ അഗ്രീഡ് പാർട്ടീസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതിയാണ് ആവശ്യപ്പെടുന്നത്, സ്വന്തം വിധി പുനഃപരിശോധിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അത് മതപണ്ഡിതരുമായിട്ട് ആലോചിച്ച്, സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ട് ആലോചിച്ച് ചെയ്യണം എന്നല്ലേ തലയ്ക്ക് വെളിയുള്ള ഏതൊരു സ്റ്റേറ്റ് ഗവൺമെന്റും പറയാൻ പാടുള്ളൂ. അതാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് യൂട്ടേൺ ആയിട്ട് പറയുന്നത്? കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നത് സുപ്രീം കോടതി കൺസേൺ ആണോ? അല്ലല്ലോ. ശരി.